പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നും എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ തൃത്വത്തിനോടുള്ള നൊവേന. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ബൈബിളിൽ എഴുതി വയ്ക്കുക. 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ കൈകളിൽ വെച്ച് കാനായിലെ വിവാഹ വിരുന്നിലെ 6 കൽഭരണികളിൽ വെള്ളം നിറച്ച് അത് ഈശോ ആശീർവദിച്ചപ്പോൾ വൈനായി മാറിയതുപോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും ഈ നൊവേനയിൽ നമുക്ക് പങ്കുചേരാം. ഓ ത്രിത്വൈക ദൈവമേ, ഞങ്ങളുടെ 6 പ്രാർത്ഥനകളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കമൻറ്റ് ബോക്സിൽ എഴുതി വെച്ചവരുണ്ട്, അതുപോലെ തന്നെ കരങ്ങളിൽ എടുത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെയും സമർപ്പിക്കുന്നു. ഓ ത്രിത്വൈക ദൈവമേ, ഈ പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ, അഭിഷേകം ഉണ്ടാകണമേ. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. 10 സെക്കൻഡ് സമയം നമുക്കുണ്ട്. ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പ്രാർത്ഥനാ നിയോഗത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. രണ്ടാമത്തെ പ്രാർത്ഥനാ നിയോഗത്തെയും 3, 4, 5, 6 പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായി അനുഗ്രഹിക്കണമേ. ധാരാളം വ്യക്തികൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മദ്യപാനം മാറുവാൻ, രോഗം മാറുവാൻ, കടബാധ്യത മാറുവാൻ, നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ, പഠിക്കുവാൻ, നല്ല സംരക്ഷണം കിട്ടുവാൻ, നല്ല കുടുംബ സമാധാനം ഉണ്ടാകുവാൻ, എല്ലാം പല രീതിയിൽ സ്ഥലങ്ങൾ വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്നവർ, വീടുകൾ വിൽക്കാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ ജോലി സ്ഥിരത ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. കർത്താവേ, ഇവയെല്ലാം അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ അഭിഷേകത്താൽ, അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരുടെയും ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ത്രിത്വൈക ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളുടെ എല്ലാം ഉത്തരം അവിടുന്നാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചനത്തെ വെച്ചുകൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 14:9-10. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ദൈവമായ കർത്താവേ, അവിടുന്ന് പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഓ ത്രിത്വൈക ദൈവമേ, യേശുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പിതാവായ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എഴുതി വെച്ച എല്ലാ പ്രാർത്ഥനകളെയും, മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ജോഷുവയോട് ചേർന്ന്, ജോഷുവ 24:15 ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രൊമിസ് നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ബന്ധന രോഗശാന്തി പ്രാർത്ഥന. പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിലും മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മധ്യസ്ഥതയിലും സ്വർഗത്തിലെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും ഞങ്ങളിലുള്ള എല്ലാ തിന്മകളോടും ഞങ്ങളുടെ എല്ലാ രോഗങ്ങളോടും അപ്പസ്തോലിക് അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും തിന്മയുടെ ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ കുരിശിലേക്ക് അട്ടിപ്പായിക്കുന്നു. യേശുവിൻ്റെ കുരിശിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. പുരാതന സർപ്പമായി സാത്താൻ്റെ തല തകർത്ത നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാത്താനെ, നിങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല. ഞങ്ങൾ കർത്താവിൻ്റെ മക്കളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ ഇനി ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. യേശുവിൻ്റെ കുരിശിൽ ബന്ധിതരായി കിടക്കുക. യേശുനാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. യേശുവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തും അവിടുന്ന് നൽകിയ വിടുതലുകളെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അവിടുന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. അബ പിതാവേ,
ജീവിക്കുന്ന ദൈവപുത്രനും നിത്യസത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവുമായ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ത്രിത്വൈക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഈ നൊവേനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ ബൈബിളിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ച് ബൈബിളിൽ വയ്ക്കുക. അതുപോലെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സാധിക്കുന്നവരെല്ലാം വാട്സപ്പിൽ 3 പേർക്കെങ്കിലും ഈ നൊവേന അയച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇടുവാൻ പരിശ്രമിക്കുക. അതുവഴി ധാരാളം അനുഗ്രഹങ്ങൾ ധാരാളം മക്കളിലേക്ക് കർത്താവിൻ്റെ ശക്തി, ത്രിത്വൈക ദൈവത്തിൻ്റെ ശക്തി എത്തുവാനും അതുവഴി ധാരാളം അനുഗ്രഹങ്ങൾ അവർക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ദയവായി എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. നന്ദി. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നൊവേനയിൽ പങ്കെടുക്കുക.